മീൻസ് അതായത് ലോകത്ത് കായിക രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതിനെ നമുക്ക് കുറേ കൂടി മുൻകാലത്തെ അപേക്ഷിച്ച് കുറേ കൂടി വേഗത്തിൽ, അതിപ്പോൾ സ്പോർട്സ് മെഡിസിൻ്റെ കാര്യത്തിലാവട്ടെ, സിന്തറ്റിക് ട്രാക്കുകളുടെ കാര്യത്തിലാവട്ടെ, ഈ പറഞ്ഞ ബോക്സിംഗ്, ഇപ്പോൾ ഓരോ രംഗത്തും അത് നമുക്ക് കേരളത്തിലേക്ക് മുൻകാലത്തേക്കാൾ അധികം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്നു. ലോക കായിക രംഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളമായാലും ഇന്ത്യയിലും വളരെ പിന്നോക്കമായിരുന്നു. പക്ഷെ ഇന്ന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്പോർട്സ്, ഏറ്റവും പുതിയ കായിക രംഗത്തുള്ള പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിൽ വരേണ്ട ഒരു കാര്യം, രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുന്ന നമ്മളാണ്. ഈ സ്പോർട്സ് എക്കോണമിയുടെ പ്രത്യേകത ഒരു സാമ്പത്തിക ശാസ്ത്രം മാത്രമല്ല, അത് കായിക താരങ്ങൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവിടെ കൂടുതൽ മത്സരങ്ങൾ വേണം, അവർക്ക് കൂടി കൂടുതൽ ഇതിൽ നിന്ന് ബെനിഫിറ്റ് വരേണ്ടതുണ്ട്. സ്റ്റേറ്റിന് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക റവന്യൂ കിട്ടേണ്ടതുണ്ട്. അപ്പം ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കേരളത്തിൽ ഈ സ്പോർട്സ് എക്കോണമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ധാരാളം ലീഗ് മത്സരങ്ങൾ ഇപ്പോൾ കേരളത്തിലാണ്. ഇപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷൻ തുടങ്ങി, ഫുട്ബോൾ അസോസിയേഷൻ തുടങ്ങി, കോളേജ് ലീഗ്, രാജ്യത്ത് ആദ്യമായിട്ടാണ് കോളേജ് ലീഗ് മത്സരങ്ങൾ നമ്മൾ കേരളത്തിൽ ആരംഭിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത്, നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലീഗ് മത്സരങ്ങളിൽ പങ്കെടുത്താൽ അവർക്കുള്ള പോക്കറ്റ് മണി ഉറപ്പാണ്. അവർക്ക് പിന്നെ അവരുടെ രക്ഷിതാക്കർത്താക്കളെ എന്തെങ്കിലും കാര്യത്തിന് സമീപിക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് നടപ്പിലാക്കി. കോളേജ് ലീഗിന് ഇത്തവണ ബഡ്ജറ്റിൽ നമുക്ക് 1 കോടി അനുവദിച്ചു. കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും ആ ലീഗ് മത്സരം നടത്താൻ 50 ലക്ഷം രൂപ വരെ നമുക്കിപ്പോൾ തരാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത്, ഇപ്പോൾ ഫുട്ബോൾ ലീഗ് ഏറ്റവും ഫേമസ് ആയി അവർ മടിച്ചു നിൽക്കുകയായിരുന്നു കേരളത്തിൽ ഈ ഒരു ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ നടത്തുന്നതിന്. നമ്മൾ ഉച്ചകോടിക്ക് ശേഷമാണ് അസോസിയേഷൻ നമ്മൾ ക്ഷണിക്കുന്നു, തുടങ്ങാൻ പറയുന്നു. ഇതെല്ലാം തന്നെ ഈ എക്കോണമിയിലൂടെ വരുന്നത് പുതിയ തൊഴിലവസരങ്ങൾ കായിക രംഗത്തുണ്ടാവണം. നമ്മൾ ലക്ഷ്യം വെച്ചത് ഒരു വർഷം 10,000 പുതിയ തൊഴിലവസരങ്ങൾ. സ്പോർട്സ് മാനേജ്മെൻറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് പറഞ്ഞത് സ്പോർട്സിലുള്ള പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. അപ്പോൾ അതിനുള്ള കോഴ്സുകൾ ഉണ്ടാവണം, അതിൽ സിലബസിൽ മാറ്റം ഉണ്ടാവണം. ഇവിടെ ഈ കാലിക്കറ്റ് സർവകലാശാലയിലോ മറ്റോ ഈ കാലയളവിൽ ആരംഭിച്ചു. അതാണ് അതിൻ്റെ തുടക്കം എന്നുള്ളത്. ആദ്യം നമ്മൾ പ്രൈമറി തലത്തിൽ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചു, ഹെൽത്തി കിഡ്സ് ഞാൻ സൂചിപ്പിച്ചില്ല. അതിനുശേഷം 10ാം ക്ലാസ് വരെ വന്നു. ഇപ്പോൾ ജി വി രാജ അടക്കമുള്ള സ്പോർട്സ് സ്കൂളുകളിൽ പുതിയ സിലബസ് തന്നെ തുടങ്ങുകയാണ്. ആ സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്പോർട്സ് മാനേജ്മെൻറ്റ്, സ്പോർട്സ് എഞ്ചിനീയറിംഗ്, ഫിസിയോതെറാപ്പി പോലുള്ള എല്ലാ കോഴ്സുകൾക്കും സ്പോർട്സ് അനുബന്ധ കോഴ്സുകളിലേക്ക് അവരെ കൊണ്ടുവരിക. അതൊരു എക്കോണമിയാണ്. അതിൽ തന്നെ നമ്മൾ ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അതാണ് പഞ്ചായത്തുകൾക്ക്, ഒരു പഞ്ചായത്തിൽ 6 പുതിയ പരിശീലകരെങ്കിലും അവർക്ക് വെക്കാം ഒരു പഞ്ചായത്തിൽ. അപ്പോൾ അവിടെ അത്രയും ജോലിയായി. 1000-ഓളം പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങി 5 ആൾ വെച്ച് എത്ര ജോലി അവസരങ്ങളായി. ഏറ്റവും കുറഞ്ഞ മണിക്കൂറിലാണ് അവർ ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ശമ്പളം 500 എങ്കിലും അവർക്കൊരു മണിക്കൂറിൽ അവർ കിട്ടണം. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് അവരെ സംബന്ധിച്ച് 2-3 മണിക്കൂർ അവർക്ക് ഇതിൽ ജോലി ചെയ്യാം, ചെലവഴിക്കും. അപ്പോൾ അവിടെ ഈ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്രത്തെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ ഇതൊരു ചെയിൻ ഓഫ് വർക്കാണ് സത്യത്തിൽ. മുമ്പ് കിഷോർ പറഞ്ഞു ടൂർണമെൻറ്റുകൾ കുറയുന്നു, പകരം എന്താ ഈ രൂപത്തിൽ സ്പോർട്സിന് വരുന്ന മാറ്റമുണ്ട്. ലീഗ് മത്സരങ്ങൾ കൂടുന്നു, ഇത്തരത്തിലേക്കൊക്കെയുള്ള മാറ്റം വന്നത് ടൂർണമെൻറ്റുകൾക്ക് പകരമാണോ? അല്ല, ടൂർണമെൻറ്റുകൾക്ക് പകരം ഒരു മാറ്റമല്ല, അത് കളിക്കാർക്ക് കുറച്ചുകൂടി കളിക്കാരുടെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് കൂട്ടാന്നതിന് വേണ്ടി നല്ല സഹായകരമാവുന്നുള്ളതാണ്. ഇതിൽ നല്ല ക്യാമ്പയിനും മിനിസ്ട്രി കാലത്ത് എടുത്തില്ലേ? പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് ഈ മത്സരങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ അനുബന്ധിച്ച് നിരവധി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്ന എന്താ, പുതിയ തലമുറയെ കൊണ്ടുവരിക. നമുക്കൊരു ലക്ഷ്യമുണ്ട് ഫുട്ബോളിൽ, അതായത് ഏതെങ്കിലും ഒരു വേൾഡ് കപ്പിലേക്ക് ഇന്ത്യ എത്തണം, എല്ലാവരുടെ ആഗ്രഹം. പക്ഷേ
മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളത്ര പ്രതീക്ഷയിലൊന്നുമില്ല. എന്തുകൊണ്ടും വരാൻ പോകുന്ന 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കൂടിയ ഫുട്ബോൾ താരങ്ങളാവും. അങ്ങനെ വേൾഡ് കപ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. ആ രീതിയിലേക്ക് നമ്മുടെ ഫുട്ബോൾ പരിശീലനങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഏറ്റവും ക്വാളിഫൈ ചെയ്ത പരിശീലകരാണ് അവിടെ കുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, മയക്കുമരുന്നിനെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എല്ലാ ജില്ലകളിലും നമ്മൾ സന്ദർശിച്ചു. കിക്ക് ഡ്രഗ്സ് അല്ലേ? കിക്ക് ഡ്രഗ്സ് എന്നാണ്. അതൊരു കായിക മേഖല ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ കുട്ടികളെ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ് പോലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമാതിരിക്കാനുള്ള ശ്രമം, അവരെ കൂടുതൽ സ്പോർട്സിലേക്ക് കൊണ്ടുവരിക, കായിക പരിശീലനങ്ങളിലേക്ക് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ തന്നെ വിജയിച്ചു. മാത്രമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. നിരവധി കത്തുകൾ വന്നു ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദേശീയ മീറ്റിലെ കേരളത്തിൻ്റെ കണക്കുകളും വളരെ പോസിറ്റീവ് അല്ലേ? കൂടുതൽ മികവോടെയല്ലേ നമ്മൾ പെർഫോം ചെയ്തിട്ടുള്ളത്? മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒളിമ്പിക് പാത്ത് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ വരാൻ പോകുന്ന ദേശീയ ഗെയിം, ആ ദേശീയ ഗെയിംസിന് ശേഷം വരുന്ന കോമൺവെൽത്ത് ഗെയിം 2030 ഇന്ത്യയിൽ വരികയാണ്, 36 ഒളിമ്പിക്സ്. അപ്പോൾ അതിനെ തയ്യാറാക്കുന്ന വിധം ഇപ്പോൾ ക്യാമ്പയിൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന് ആവശ്യമായുള്ള പണം ബഡ്ജറ്റുകളിൽ ഇപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ 5000 റിക്രൂട്ട്മെൻറ്റ് നടത്താനാണ് കായിക വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 5000 റിക്രൂട്ട്മെൻറ്റിൽ നിന്നും നമ്മൾ ഘട്ടം ഘട്ടമായി അതിനെ 500 ആളുകളുള്ള ഒരു ഒളിമ്പിക്സ് സ്ക്വാഡായി അതിനെ മാറ്റും. അവിടെയാണ് വിദേശ പരിശീലകരെ വേണമെങ്കിൽ കൊണ്ടുവരിക, പ്രാദേശിക പരിശീലകരെ കൊണ്ടുവരിക. തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ സ്പോർട്സ് സർക്യൂട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, നമ്മുടെ സ്വിമ്മിംഗ് പൂൾ, അത് കഴിഞ്ഞാൽ സ്റ്റേഡിയങ്ങൾ, ഷൂട്ടിംഗ് റേഞ്ച്. ഇപ്പോൾ ഒരു സ്റ്റേഡിയം കൂടി നമ്മൾ നിർമ്മാണം തുടങ്ങാൻ പോകുന്നുണ്ട് മേനംകുളത്ത്. അവിടെ 4 പുതിയ ഗ്രൗണ്ടുകളാണ് അതിൽ വരുന്നത്. എല്ലാ കളികളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്പോർട്സ് സർക്യൂട്ട് നമ്മളിവിടെ തിരുവനന്തപുരത്ത് തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ ലാലൂരിലേത് IM വിജയൻ്റെ പേരിലുള്ളതും സ്പോർട്സ് കോംപ്ലക്സ് അല്ലേ? അല്ല, അത് ജില്ലാതല സ്പോർട്സ് കൗൺസിൽ.